എന്ത് കറുപ്പാടാ നിനക്ക്, കണ്ടിട്ട് ഛർദിക്കാൻ വരുന്നു. അയ്യോ, അങ്ങോട്ട് ഛർദിക്കടാ. എന്തിനാ വരുന്നത് മുടക്കല്ലേ, ഛർദിക്കാൻ അങ്ങട്ട്. അനക്ക് നമ്മളെ കറുപ്പ് കണ്ടപ്പോ എനിക്ക് ഛർദിക്കാൻ വരുന്നു. ഇതൊന്ന് പറയാൻ നോക്കുമ്പോ എന്റെ മോന്ത പോലും കാണില്ല. ഇജ് സായിപ്പിനുണ്ടായതാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാ, അന്റെ മോന്ത ആ പ്രൊഫൈലിലൊന്ന് വെക്ക്. എന്നിട്ട് ഇജ് ഇങ്ങോട്ട് വാ. ഞാനാണോ കറുപ്പ്, ഇജാണോ കറുപ്പ് എന്ന് അറിയാലോ. പിന്നെ കറുപ്പ് കണ്ടിട്ട് ഛർദിക്കാൻ വരുന്നത് അതൊരു രോഗമാണ്. ആ രോഗത്തിനുള്ള മരുന്ന് എന്താണെന്ന് വെച്ചാല് അന്റെ മോന്ത കണ്ടാലല്ലേ നമുക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അല്ലാതെ ആ കുരിപ്പിനാണെങ്കിൽ മോന്തയില്ല ചെന്ന് നോക്കുമ്പോ. ഇല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പറിൽ ഒന്ന് കൊണ്ടാ വിളിച്ച് പറഞ്ഞുതരാം, അതിനൊരു മരുന്നുണ്ട്. ഇതിന് മെയിൻ ആയിട്ട് 3 കാരണങ്ങളാണ് ഉണ്ടാകും. ഒന്ന്, പാശ്ചാത്യ ശക്തികളുടെ വിദേശ ശക്തികളുടെ അധിനിവേശം. 2, ഈ സവർണനും അവർണനും തമ്മിലുള്ള വ്യത്യാസം, അതായത് ജന്മകുടിയാൻ സിസ്റ്റം ഒന്ന് ജാതീയ വ്യവസ്ഥയിലുള്ള വ്യത്യാസം എന്നൊക്കെ പറയാം. 3, നമ്മൾ കുട്ടിക്കാലം മുതലേ കണ്ടുവരുന്ന പരസ്യങ്ങൾ, ഈ കോസ്മെറ്റിക് ഐറ്റംസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള പരസ്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുകളിൽ ഒരു സൗന്ദര്യ സങ്കല്പം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള. കാലം ഒരുപാട് പുരോഗമിച്ചു, ഇന്ന് 2026 എന്നാലും ഇത്തരം മാനസിക വൈകൃതം ഉള്ളവർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് പറയുന്നത് എത്രയോ പറയാൻ പറ്റില്ല, അത്രയും മോശം. പക്ഷെ അതൊരു സത്യാവസ്ഥയാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. വർണ്ണവിവേചനം, അപ്പം ഒരാളെ ബോഡി ഷെയിം ചെയ്യുക എന്ന് പറയുന്ന അത്രയും മോശമായ പരിപാടി അതിലപ്പുറം തന്നെ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. പണ്ട് കാലങ്ങളിൽ നമ്മുടെ മലയാള സിനിമ, എല്ലാ സിനിമാ മേഖലകളിലും തന്നെ ആ രീതിയിലായിരുന്നു ഹ്യൂമർ കണ്ടെത്തിയിരുന്നത്. പക്ഷെ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വിവേചനം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് സത്യാവസ്ഥയാണ്. ഇപ്പം കളർ മാത്രമല്ല, ഒരല്പം തടിച്ചിരുന്നാൽ അവനെ തടിയൻ, ഇനി ഒട്ടും തടിയില്ല മെലിഞ്ഞിട്ടാണെങ്കിൽ അവനെന്റെ കൊടക്കമ്പി എന്നൊക്കെ പണ്ട് ഇൻഷുറൻസിനെയൊക്കെ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അവഹേളിക്കുക. അതേപോലെ ഉയരം കുറഞ്ഞവർ, ഇതൊക്കെ എന്താ പറയാ, നമ്മളെ മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ സൗന്ദര്യം ഇല്ലാത്തവർ എന്നുള്ളൊരു തരത്തിലുള്ള ആൾക്കാർ ഒരു പ്രത്യേക കാറ്റഗറിയിലേക്ക് മാറ്റുന്നു. അതിപ്പോഴും തുടർന്ന് പോകുന്നു. എന്നാൽ ഈ ഇത്തരത്തിൽ വർണ്ണവിവേചനം തുടങ്ങാനുണ്ടായ ഒരു കാരണം എന്താണ്? പല പല റീസൺസ് ഉണ്ട്. പക്ഷെ നമുക്കിപ്പം വേറൊരു കാര്യം നോക്കാം. ഇപ്പം ആഫ്രിക്കയിലാണെങ്കിൽ അവിടെ ഈ അപ്പർട്ടൈഡ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു കാര്യം നിലനിന്നിരുന്നു, അതായത് വർണ്ണവിവേചനം. സൗത്ത് ആഫ്രിക്കയിൽ, അതേപോലെ തന്നെ അമേരിക്കയിൽ, ദക്ഷിണ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ ഈ കറുപ്പും വെളുപ്പും അങ്ങനെ ഒരു വിവേചനം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകളെ വംശീയമായി വേർതിരിച്ച് നിൽക്കുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ജിം ക്രോ സെഗ്രിഗേഷൻ എന്ന് പറയും. 1960-കളോടുകൂടി അത് സിവിൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് ഒക്കെ നടന്നു. അതിനുശേഷം അതൊക്കെ അങ്ങനെ മാറി. പക്ഷെ അതൊരിക്കലും ഈ സൗന്ദര്യത്തിന്റെ വേർതിരിവല്ലായിരുന്നു, വംശീയമായ രീതിയിലുള്ള വേർതിരിവായിരുന്നു. പിന്നെ അവിടെ നോക്കി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഇപ്പം ഹോളിവുഡ് സിനിമ എടുക്കുക, അവിടുത്തെ ആർട്ടിസ്റ്റുകളൊക്കെ ഒന്ന് നോക്കുക. അവിടെ നമ്മുടെ ഇന്ത്യയിലെ അപേക്ഷിച്ച് കൂടുതലും മറ്റു വർണ്ണത്തിലുള്ള ആൾക്കാരെയൊക്കെ പരിഗണിക്കുന്നുണ്ട്. ബ്രൗൺ സ്കിന്നൊക്കെ അവിടെ ശരിക്കും പറഞ്ഞ ടാലന്റിനാണ് സൗന്ദര്യം. നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം ടോം ക്രൂസിന്റെ മിഷൻ ഇമ്പോസിബിൾ 2 അതിലെ നായിക സാൻഡി ന്യൂട്ടൺ, ആള് ഡാർക്ക് സ്കിന്നാണ്, ബ്രൗൺ സ്കിന്നാണ്. ഇപ്പം ടോം ക്രൂസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം മലയാള സിനിമയിൽ അങ്ങനെ ഒന്ന് നമുക്ക് കാണാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. ടോം ഹോളണ്ടിന്റെ ഫസ്റ്റ് സ്പൈഡി മൂവി, അതിലെ ഹീറോയിൻ ലോറ ഹാരിയർ, അവരൊരു ബ്രൗൺ സ്കിന്നാണ്. ഇപ്പോൾ ടോം ഹോളണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ അത് പോസിബിൾ ആയില്ല. കാരണം ഇവിടുത്തെ ആൾക്കാരെ അത് അംഗീകരിക്കില്ല, നായിക ഇങ്ങനെ ഉള്ള ഒരാളെ പറ്റില്ല, അതാണ് ഇവിടുത്തെ തീരുമാനം. പക്ഷെ അവിടെ അവർക്കത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ തോന്നും. കാരണം അവരുടെ ആസ്വാദന നിലവാരം നമ്മളെക്കാട്ടും ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഇപ്പം അവതാർ സിനിമയിലെ ആർട്ടിസ്റ്റ് സോ സൽഡാന, അതിലെ ഹീറോയിൻ, അവര് ബ്രൗൺ സ്കിന്നാണ്. അപ്പം അവിടെയൊന്നും ഇതൊരു പ്രശ്നമല്ല. അങ്ങനെ പല പല ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പൊ വിൽ സ്മിത്ത് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അടുത്തുള്ള ലത്തീഷ്യ റൈറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരാളെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ സങ്കല്പിക്കാൻ പറ്റും. ഇപ്പം മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും നായികയായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ മൊത്തത്തിൽ നോക്കി തന്നെ പറയും, അങ്ങനെ ഒരു ഡാർക്ക് സ്കിന്നുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കുറേ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ. ഇപ്പോൾ തമിഴിലാണെങ്കിൽ പോലും ആക്ടേഴ്സ്, പുരുഷന് ഇപ്പോൾ രജനീകാന്ത് വന്നതിനോടുകൂടെ ആ ഒരു കളറുള്ള ഒരു എന്താ പറയുക വിവേചനമൊക്കെ മാറി പുരുഷന്മാർക്കിടയിൽ. പക്ഷെ സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ, മറ്റു ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴിൽ തന്നെയുള്ള ആൾക്കാരെ എടുക്കുന്ന പോലും കുറവാണ്. തെലുങ്കും കന്നഡയും മലയാളത്തെയാണ് അവർ സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെ ബോളിവുഡിലും അങ്ങനെയൊക്കെയാണ്. ഈ ഒരു കളർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ ലോറ ഹാരിയർ ആയിരുന്നു ടോം ഹോളണ്ടിന്റെ ഹീറോയിനായിട്ട് ഫസ്റ്റ് ഹീറോയിൻ. പിന്നെ സെൻഡയ, പിന്നീട് അങ്ങോട്ട് വന്ന സീക്വൽസിലെല്ലാം ജന സെൻഡയ ആയിരുന്നു ടോമിന്റെ ഹീറോയിൻ. നമ്മുടെ ഇവിടുത്തെ സൗന്ദര്യ സങ്കല്പത്തിൽ നോക്കുന്ന സമയത്ത് അവിടെ പോലെ എന്ന് തോന്നും. പക്ഷെ
അവർക്ക് അതൊക്കെ ഓക്കെയാണ്. അവർക്ക് അത് എന്താ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. മാത്രമല്ല നിലവിൽ ടോം ഹോളണ്ടിന്റെ വൈഫ് കൂടിയാണ് സെൻഡയ. അവർ തമ്മിൽ ഹൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഹീൽസ് ഒഴിവാക്കി നിന്നാൽ പോലും സെൻഡയ്ക്കാണ് കുറച്ചുകൂടെ പൊക്കം കൂടുതൽ. അപ്പം ഇതൊന്നും ഒരു മാനദണ്ഡമല്ല, കഴിവാണ് പ്രധാനമെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പോഴും ആ തരത്തിലുള്ള ഒരു അടിച്ചമർത്തപ്പെടൽ നേരിടുന്നു എന്ന് പറയുന്നത് സത്യമാണ്. പിന്നെ ഇതിന്റെ റീസൺ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ മെയിൻ കാരണം, പല കാരണങ്ങളുണ്ട്, 2-3 കാരണങ്ങൾ നമുക്ക് പറയാം. മെയിൻ കാരണം ഒന്ന്, നമ്മളെ പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർ അവർ ഇവിടെ വരുമ്പോൾ നമ്മളെ കാണുന്നത് എന്താ പറയുക, അവരൊരു ബ്ലാക്ക് പീപ്പിൾ എന്ന രീതിയിലാണ്, നമ്മളെ വളരെ താഴെക്കിടയിൽ. പിന്നെ ഈ സവർണനും അവർണനും തമ്മിലുള്ള വ്യത്യാസം ജന്മികുടിയാണ്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടത്തും പറമ്പിലും വെയിലത്ത് കിടന്ന് പണിയെടുക്കുന്നത്, ഇവൻ കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും ഈ പറമ്പിൽ വെയിൽ കൊണ്ട് പണിയെടുക്കുമ്പോൾ ടാൻ അടിച്ച് ഇവൻ മൊത്തത്തിൽ കരുവാളിച്ച് പോകും. കുറച്ച് കാലങ്ങളായി അങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പം ആ ഒരു രീതിയിലാണ് അന്ന് മുതൽ ഈ കറുപ്പ് വെളുപ്പ് എന്നുള്ളൊരു കാറ്റഗറി വന്നത്, ജന്മികുടിയാൻ സിസ്റ്റം. പിന്നെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പോൾ ടി വി തുറന്നാൽ പരസ്യം കാണിക്കുമ്പോൾ ചന്ദ്രിക മുഖം വെട്ടിത്തിളങ്ങാൻ, ലക്സ് ചന്ദ്രനെ പോലെ തിളങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരസ്യം. ഇങ്ങനെ പല കാറ്റഗറി. അതുപോലെ ഫെയർ ആൻഡ് ലവ്ലി, ഫെയർ ആൻഡ് ഹാൻഡ്സം. പക്ഷെ ഏതെങ്കിലും ഒരു ക്രീമോ സോപ്പോ നിങ്ങളുടെ മുഖം ടാൻ ആക്കാൻ ഇത് യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു, എവിടെയില്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഈ ടാൻ ആക്കാൻ വേണ്ടി പ്രത്യേകിച്ച് മുഖത്ത് ക്രീമൊന്നും തേക്കേണ്ട കാര്യമില്ല. കുറച്ച് ദിവസം വെയിലത്ത് പോയി നിന്നാൽ മതി, പണിയെടുത്താൽ മതി, ഓട്ടോമാറ്റിക് ആയിക്കോളും. അതേസമയം ഈ കളർ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ ചിലപ്പം ചിലരിപ്പം നിലവിൽ ബ്ലൂട്ടത്തേണൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ സോപ്പ് ക്രീമുകൾ പോലെയുള്ളത് അത് പിന്നെ കൂടുതലും ബിസിനസ്സാണ്. നമ്മുടെ ഇന്ത്യയിൽ മിസ് യൂണിവേഴ്സും മിസ് വേൾഡ് ഒക്കെ കിട്ടുന്നതിൻ്റെ മെയിൻ റീസൺ, ഇവരാണ് സുന്ദരി, ഇങ്ങനെയായിരിക്കണം ഒരു സുന്ദരിയായ സ്ത്രീ അല്ലെങ്കിൽ സുന്ദരനായ പുരുഷൻ ഇങ്ങനെയായിരിക്കണം, അതിനു വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നൊരു സാധനം നമ്മുടെ മൈൻഡിലേക്ക് ചെറുപ്പം മുതലേ പടച്ചു വിടും. ഇതാണ് സൗന്ദര്യം, ഇങ്ങനെ ആയിരിക്കണം, ഒരു പുരുഷന്റെ ബോഡി ഇങ്ങനെ, ഒരു സ്ത്രീയുടെ ബോഡി ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വളരെ ചെറുപ്പത്തിൽ പതിഞ്ഞാൽ പിന്നെ അത് മാറി കിട്ടാൻ ഭയങ്കര പാടാണ്. ചിലർക്കത് മാറില്ല, അതങ്ങനെ പതിഞ്ഞാൽ. ഒരു സമയത്ത് ചില ആൾക്കാർക്ക് അത് റിയലൈസ് ചെയ്യും, ഇത് ഇങ്ങനെയല്ല, നമ്മുടെ ഫീലിങ്സ് ഒന്നും ഇങ്ങനെയല്ല. ചിലർക്ക് അത് മനസ്സിലാവും, ചിലർക്ക് അത് മനസ്സിലാകില്ല. അത്തരത്തിലുള്ള ആൾക്കാർക്കാണ് ഈ പറയുന്ന ഒരു കളറിനോടും ബൾക്കായിട്ടിരിക്കുന്ന ആൾക്കാരോടൊക്കെ ഒരു പുച്ഛം. ഈ സത്യം പലർക്കും അറിയാം. ഇതൊരു ബിസിനസിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നിലവിൽ പണ്ട് അടിച്ചമർത്തലിന്റെ ഭാഗമായിട്ടാണ് ജന്മികുടിയാൻ സിസ്റ്റം എന്നുള്ള രീതിയിൽ ആ ഒരു അവഗണന, ജാതീയത ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ബിസിനസ് അതാണ് നോക്കുന്നത്. ബിസിനസിന്റെ പേരിൽ നമ്മൾ തരം താഴ്ത്തി പിന്നെ ആ ഒരു രീതിയിലേക്ക് ഇത്തരം ആൾക്കാരെ താഴെത്തട്ടിലേക്ക് മാറ്റിയിരുന്നു. മുൻകാലങ്ങളിൽ സിനിമകളിൽ കൂടുതലായി കാണപ്പെട്ടിരുന്ന ബോയ്സിന് ഇപ്പോൾ അത് മാറി, ഇപ്പോൾ കാലം തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ ഒരു പൂർണ്ണമായ ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കുറേ കാര്യങ്ങൾ ഇനി മാറാനിരിക്കുന്നുണ്ട്. ആ സമയത്തും ഇത്തരത്തിലുള്ള ആൾക്കാർ സമൂഹത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. പക്ഷെ കാലം കഴിയുന്നതോടെ ഇനി മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇതുവരെയും